ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നു. ആഗോള സംരംഭങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ രാജ്യത്തിന്റെ പങ്ക് സുപ്രധാനമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ച എൻ രാമചന്ദ്രന്റെ ഇടപ്പള്ളിയിലെ വീട് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ സന്ദർശിച്ചു. പ്രശസ്ത ചലച്ചിത്രകാരൻ ഷാജി എൻ കരുണിന് വിട നൽകി സാംസ്കാരിക കേരളം. കാനഡ തെരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടി വിജയത്തിലേക്ക്. മാർക്ക് കാർണി പ്രധാനമന്ത്രിയായി തുടരും. വനിതാ ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 15 റൺസ് വിജയം. വാർത്തകൾ വിശദമായി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നു. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അതേസമയം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ചേരും. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നടക്കുന്ന രണ്ടാമത്തെ യോഗമാണ് ഇത്. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിർമ്മല സീതാരാമൻ, എസ് ജയശങ്കർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്ര സർക്കാർ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആധുനികവൽക്കരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ യുക്മ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ഉയർച്ചയ്ക്കായി യുവതയ്ക്ക് ആധുനിക വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. നിർമ്മിത ബുദ്ധി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബഹിരാകാശ സാങ്കേതിക വിദ്യ തുടങ്ങിയവയെ നിരന്തരം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഇന്ത്യ AI മിഷൻ ആരംഭിച്ചതിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. हमें AI को लगातार प्रमोट करना होगा. आज हम देख रहे हैं भारत AI डेवलपमेंट और एडॉप्शन में आगे रहने वाले देशों में शामिल है. इसके विस्तार के लिए सरकार ने इंडिया AI मिशन को लॉन्च किया है. ഇന്ത്യ വളർച്ചയുടെ പടവുകൾ കയറുകയാണെന്നും ആഗോള സംരംഭങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ രാജ്യത്തിന്റെ പങ്ക് സുപ്രധാനമാണെന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. രാജ്യത്തിന്റെ പരിവർത്തന കാലഘട്ടത്തെ സ്വീകരിക്കാൻ യുവജനങ്ങൾ തയ്യാറാവണമെന്നും യുക്മ കോൺക്ലേവിൽ സംസാരിക്കവേ കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ UK ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി ജോനഥൻ റെയ്നോൾഡുമായി ലണ്ടനിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ പുനരാരംഭിക്കുന്നതിന് മുന്നോടിയായാണ് ചർച്ച. UK-യുമായുള്ള നിക്ഷേപ ബന്ധങ്ങളും ഉഭയകക്ഷി വ്യാപാരവും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഗ്രീസ് വിദേശകാര്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ ഗ്രീസിന്റെ ശക്തമായ നിലപാട് പ്രശംസനീയമാണെന്ന് ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ ആദ്യ സംഘം സൗദി അറേബ്യയിലെത്തി. മദീന വിമാനത്താവളത്തിലെത്തിയ സംഘത്തിന് ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. ലക്നൌവിൽ നിന്നും ഹൈദരാബാദിൽ നിന്നുമായി 550 പേരാണ് സംഘത്തിലുള്ളത്. 1,22,000-ലേറെ തീർത്ഥാടകരാണ് ഇന്ത്യയിൽ നിന്നും ഈ വർഷം ഹജ്ജിനെത്തുന്നത്. തീർത്ഥാടകർക്ക് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു ആശംസകൾ നേർന്നു. ഉത്തരാഖണ്ഡിലെ ചാർധാം യാത്രയ്ക്ക് നാളെ തുടക്കം. ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി, യമുനോത്രി ക്ഷേത്രങ്ങൾ ഭക്തർക്കായി നാളെ തുറക്കും. രുദ്രപ്രയാഗ് ജില്ലയിലെ കേദാർനാഥ് ക്ഷേത്രം അടുത്ത മാസം 2-നാണ് തുറക്കുക. അടുത്ത മാസം 4-ന് ചമോലി ജില്ലയിലെ ബദരീനാഥ് ക്ഷേത്രവും ഭക്തർക്കായി തുറന്നു നൽകും. ചാർധാം യാത്രയോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഒരുക്കങ്ങൾ വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ച എൻ രാമചന്ദ്രന്റെ വീട് സന്ദർശിച്ചു. കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും അറിയിച്ചു. കൊച്ചിയിൽ അംബേദ്കർ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി BJP സംഘടിപ്പിച്ച ചടങ്ങും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചാണ് കേന്ദ്ര സർക്കാർ രാജ്യത്ത് വികസനം നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു.
ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രാഹകനുമായ ഷാജി എൻ കരുണിന് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാര ചടങ്ങുകൾ തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. വഴുതക്കാട് കലാഭവൻ തിയേറ്ററിൽ പൊതുദർശനത്തിന് വച്ച ഭൗതിക ശരീരത്തിൽ മന്ത്രിമാരുൾപ്പെടെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മലയാള സിനിമയെ അന്താരാഷ്ട്ര വേദികളിൽ ഉൾപ്പെടെ ശ്രദ്ധേയമാക്കിയ ചലച്ചിത്രകാരനായിരുന്നു ഷാജി എൻ കരുൺ. ക്യാൻസർ രോഗബാധിതനായി ദീർഘകാലമായി ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെയാണ് അന്തരിച്ചത്. ഹരിത ഹൈഡ്രജൻ ഭാവിയുടെ ഇന്ധനമാണെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ന്യൂഡൽഹിയിൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ അവസരങ്ങളെക്കുറിച്ചുള്ള ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹരിത ഹൈഡ്രജന്റെ ഉൽപ്പാദനത്തിനാവശ്യമായ സാങ്കേതികവിദ്യയുടെ വികസനത്തിൽ സഹകരിക്കാൻ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ ഗ്രീൻ ഹൈഡ്രജൻ സർട്ടിഫിക്കേഷൻ പദ്ധതിയും ചടങ്ങിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. दुनिया के बहुत बड़े बड़े देश ग्रीन हाइड्रोजन में काम शुरू नहीं किया है, लेकिन भारत इसमें काम शुरू किया है. जो हमने ऑलरेडी इस PLI स्कीम में, सपोर्ट स्कीम में, साइट स्कीम में जो कुछ भी हमने अलॉट किया है, उसमें आधा कमिटमेंट हमको इस ग्रीन हाइड्रोजन हम डायरेक्टली ट्रांसपोर्ट नहीं कर सकते. इसका डेरिवेटिव जो है, इसका ऑर्डर हमको कमिटेड ऑर्डर ऑलरेडी मिला है. കാനഡ തിരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടിക്ക് ഭരണമുറപ്പായ സാഹചര്യത്തിൽ മാർക്ക് കാർണി പ്രധാനമന്ത്രിയായി തുടരും. കൺസർവേറ്റീവ് പാർട്ടിയുമായി നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് ലിബറൽ പാർട്ടി വിജയമുറപ്പിക്കുന്നത്. ഭൂരിപക്ഷം കടക്കാൻ 172 സീറ്റുകൾ വേണ്ട സ്ഥാനത്ത് ലിബറൽ പാർട്ടി 168 സീറ്റുകളിൽ വിജയമുറപ്പിച്ചു. വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. കാനഡ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട മാർക്ക് കാർണിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പൊതുവായ ജനാധിപത്യ മൂല്യങ്ങളാൽ ബന്ധിതമാണ് ഇന്ത്യയും കാനഡയുമെന്ന് ശ്രീ മോദി സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച കമല പ്രസാദ് ബ്രിസെസറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുമായുള്ള ചരിത്രപരമായ ബന്ധത്തെ ഇന്ത്യ വിലമതിക്കുന്നുവെന്ന് സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞു. ശ്രീലങ്കയിൽ നടക്കുന്ന വനിതാ ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 15 റൺസ് വിജയം. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 276 റൺസ് നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക 49.2 ഓവറിൽ 261 റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ബാറ്റിംഗിനയച്ചു. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ദുബായിൽ നടന്നുവരുന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന്റെ 32ാമത് പതിപ്പിൽ ഇന്ത്യയുടെ ഇൻക്രെഡിബിൾ ഇന്ത്യ പവലിയൻ ശ്രദ്ധേയമാകുന്നു. ഇന്ത്യൻ പവലിയൻ കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഉദ്ഘാടനം ചെയ്തു. ടൂർ ഓപ്പറേറ്റർമാർ, ഹോട്ടൽ ഗ്രൂപ്പുകൾ, ടൂറിസം പങ്കാളികൾ എന്നിവർ അണിനിരക്കുന്ന പവലിയനിൽ നിരവധി ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിനോദസഞ്ചാര സാധ്യതകൾ അറിയാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷനിംഗ് ചടങ്ങിന് ഇനി 3 നാൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെയ് 2-നാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുക. തുറമുഖത്ത് നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കനത്ത സുരക്ഷയാണ് പ്രദേശത്ത് ഒരുക്കിയിരിക്കുന്നത്. ആധുനിക വിജ്ഞാന ഉൽപ്പാദനത്തിന്റെ കേന്ദ്രമായി കേരളം മാറുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കോട്ടയത്ത് നടന്ന ജില്ലാതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ വ്യവസായ സൗഹൃദ സംരംഭങ്ങളിലൂടെ സ്റ്റാർട്ടപ്പുകളുടെ പറുദീസയായി കേരളം മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണ വിഷയം ഐക്യരാഷ്ട്രസഭയിൽ ഉന്നയിച്ച ഇന്ത്യ ആഗോള ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്ന രാജ്യമാണ് പാകിസ്ഥാനെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ പ്രതിനിധി യോജന പട്ടേൽ വിമർശിച്ചു. ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ ധനസഹായവും പരിശീലനവും നൽകിയിട്ടുണ്ടെന്ന പാക് പ്രതിരോധ മന്ത്രിയുടെ പരാമർശവും ഇതിന് ഉദാഹരണമായി ഇന്ത്യ ചൂണ്ടിക്കാട്ടി. ജമ്മുകാശ്മീരിൽ നിയന്ത്രണ രേഖയിലെ വിവിധയിടങ്ങളിൽ പാകിസ്ഥാൻ സൈന്യം ഇന്നലെ രാത്രി നടത്തിയ വെടിവയ്പ്പിനെ ഫലപ്രദമായി നേരിട്ട് ഇന്ത്യൻ സേന. കുപ്വാര, ബാരാമുള്ള, അഖ്നൂർ മേഖലകളിലാണ് പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകളിൽ നിന്നും പ്രകോപനമില്ലാതെ വെടിവയ്പ്പുണ്ടായത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. യമനിൽ US നടത്തിയ വ്യോമാക്രമണത്തെ ശക്തമായി അപലപിച്ച ഇറാൻ തലസ്ഥാനമായ സനായിലും ആഫ്രിക്കൻ കുടിയേറ്റക്കാരെ പാർപ്പിച്ച കേന്ദ്രത്തിലും അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 78 പേർ കൊല്ലപ്പെട്ടു. ബോംബാക്രമണങ്ങളെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി അപലപിച്ചു. ലോക ദൃശ്യ ശ്രവ്യ വിനോദ ഉച്ചകോടി വേവ്സ് 2025 മറ്റന്നാൾ മുംബൈയിൽ തുടക്കമാകും. മുംബൈയിലെ ജിയോ കൺവെൻഷൻ സെന്ററിൽ 15,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഒരുക്കിയ വേദിയിലാണ് പ്രദർശനം. ഈ വർഷത്തെ SSLC ഫലം മെയ് 9 പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പ്രഖ്യാപനത്തിന് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടന്നുവരികയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നു. ആഗോള സംരംഭങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ രാജ്യത്തിന്റെ പങ്ക് സുപ്രധാനമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്.
പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ച എൻ രാമചന്ദ്രന്റെ ഇടപ്പള്ളിയിലെ വീട് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ സന്ദർശിച്ചു. പ്രശസ്ത ചലച്ചിത്രകാരൻ ഷാജി എൻ കരുണിന് വിട നൽകി സാംസ്കാരിക കേരളം. കാനഡ തെരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടി വിജയത്തിലേക്ക് മാർക്ക് കാർണി പ്രധാനമന്ത്രിയായി തുടരും. വനിതാ ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 15 റൺസ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.